നമ്മുടെ ചാക്കോ സാറുടെ 25ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ MDക്കും CEOക്കും ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ലേ? അല്ലെങ്കിൽ അവിടെ തന്നെ ആയി പോവുമോ? അറസ്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ പിന്നെ ജാമ്യമൊന്നും കിട്ടൂലേ എന്നുള്ള ഒരു പേടിയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ചാക്ക് മറുപടി പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ജാമ്യത്തിൽ കിട്ടും. എന്തായാലും പിന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഇവരോട് ചോദിക്കും എത്ര ദിവസത്തേക്കാണ് ഇവരെ റിമാൻഡ് വേണ്ടത്. അങ്ങനെ പറയും അതൊരു ഒരാഴ്ച മതി എന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ പിന്നെ നിങ്ങളൊരു 7 ദിവസം എടുത്തോ എന്ന് പറയും. അങ്ങനെയാണ് കോടതി ഉണ്ടാവും. അപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാദം 7 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയും. അപ്പോൾ പിന്നെ ഇത് അതിനനുസരിച്ചിട്ട് പിന്നെ ജാമ്യം കൊടുക്കും എന്നുള്ളതാണ് ശരിയായ കോടതി നടപടികളൊക്കെ അങ്ങനെയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവരെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാതെ കോടതിയുടെ ഇടപെടലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിരന്തരം ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് നീ മറ്റേത് കൊണ്ടതിനോ അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, അതിൻ്റെ എന്താണ് അഭിപ്രായം? അത് ഇങ്ങനെയാണ്, നമ്മൾ അറിയാതെ ചെയ്തു പോയതാണ്, നമ്മൾ മണിച്ചൻ തന്നെയാണ് ചെയ്യുന്നത് സാറേ, എന്നാൽ പിന്നെ നീ അങ്ങ് പോയി മാറിയിരിക്കുമെന്ന് പറയും. എന്നിട്ട് ഉച്ചക്ക് വൈകുന്നേരം മറ്റൊക്കെ ഒരിക്കൽ കൂടി വിളിപ്പിക്കും. അപ്പോൾ അങ്ങനെ ആണ് സംഭവങ്ങൾ. കാര്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഇവർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും അതിനെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും അന്നേരം എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ലീഡർമാരുടെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ കോടതി പറഞ്ഞ പോലെ 14 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഒക്കെ അവിടെ കിടക്കും. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കും, പിന്നെ ജാമ്യത്തിൽ വരും. അതിനിടയ്ക്ക് ഈ അന്വേഷണമൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജയിലിൽ തന്നെ കിടക്കും. ബൈ.